यात्री कृपया ध्यान दें, गाड़ी क्रमांक 1280 सुपरफास्ट समता एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म क्रमांक 3 पर आ रही है। आप सब लोग इस तरह की आवाज़ बहुत सारे सुन चुके होंगे। आज हम पढ़ेंगे नए एक पाठभाग जिसका नाम है सफ़रों की जुगलबंदी। ये पाठ लिखा है अंजू गढ़बंदा नाम के एक लेखिका ने, जो अपने एक यात्रा के अनुभव के आधार पर ये लघुकഥ तैयार किया है। ഇനി നമുക്ക് പാഠഭാഗം ഒന്ന് നോക്കാം. പാഠത്തിൻ്റെ പേരെന്താണ്? ഖിഡ്കി. എഴുതിയിരിക്കുന്നത് അഞ്ജു ഗർബന്ത എന്ന ലേഖികയാണ്. ഇവിടെ ഒരു ട്രെയിൻ യാത്രയിലുണ്ടായ അനുഭവങ്ങളാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ വിഷയമായിട്ട് കടന്നു വരുന്നത്. ഇവിടെ ലേഖികയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരു യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിലുണ്ടായ ചില അനുഭവങ്ങൾ, തീവണ്ടി യാത്രയിലെ അനുഭവങ്ങളെല്ലാം നമുക്കെല്ലാം ഓർമ്മയുള്ളതാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, പാഠഭാഗത്തിൻ്റെ പാരഗ്രാഫ് ഒന്നിലേക്ക് നോക്കുക. ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോഷിയാർപൂർ എന്ന സ്ഥലത്ത് നിന്നും ഷാദി കാ ബുലാവ, ഷാദി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹം അല്ലേ? വിവാഹത്തിൻ്റെ ബുലാവായ. എന്താണ് ഈ ബുലാവ എന്ന വാക്കിൻ്റെ അർത്ഥം? ബുലാവ എന്ന് പറഞ്ഞാൽ നിമന്ത്രൺ എന്ന് പറഞ്ഞാൽ ക്ഷണം. അപ്പോൾ ഹോഷിയാർപൂരിൽ നിന്നും എന്ത് ചെയ്തിരുന്നു? ഷാദി കാ ബുലാവായ, വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ക്ഷണം ലഭിച്ചു കഴിഞ്ഞു. ട്രെയിൻ സെ ജാനെ കാ തൈ ഹുവാദ. ആദ്യം അവർ തീരുമാനിച്ചത് എന്ത് ചെയ്യാനാണ്? ട്രെയിൻ സെ ജാന, നമുക്ക് തീവണ്ടി യാത്ര ചെയ്യാമെന്നാണ് അവർ തീരുമാനിച്ചത്. അപ്പോൾ അത്തരത്തിൽ അവർ ട്രെയിൻ സെ ജാനെ കാ തൈ ഹുവ, തീവണ്ടി യാത്ര ചെയ്യാൻ എന്ത് ചെയ്തു? തൈ കർണ. എന്താ തൈ കർണ എന്ന് പറഞ്ഞാൽ? തൈ കർണ തീരുമാനിക്കുക. तो कहाँ से शादी का निमंत्रण आया था बताओ? हाँ, होशियारपुर से. तो होशियारपुर से शादी का बुलावा आया और लोग कैसे अपने यात्रा करने का निर्णय लिया? हाँ, ट्रेन से यात्रा करने का निर्णय लिया. देखो अगले सेंटेंस, सर्दी हल्की हल्की दस्तक देने लगी थी. सर्दी क्या होती है? सर्दी यानी तणुप. सर्दी हल्की हल्की क्या है? हल्का. हल्का मतलब होती है नेरता. हल्का दस्तक देना मतलब होती है अनुभव होना. तो सर्दी हल्की दस्तक होना, इसका मतलब क्या होता है? तणुप नेरता, तणुप दे दो, അനുഭവപ്പെട്ടു എന്നാണ്. इसलिए सोचा चलो इस बार एसी के बजाय जनरल कोच में सफ़र का आनंद लिया जाए. അതുകൊണ്ട് തന്നെ അവർ തീരുമാനിക്കുകയാണ് कि इस बार एसी के बजाय, ഇത്തവണ നമുക്ക് എ സിയിലല്ലാതെ, തീവണ്ടിയിൽ 2-3 കമ്പാർട്ട്മെൻറ്റുകളുണ്ട്, അതിലൊന്നാണ് എ സി കമ്പാർട്ട്മെൻറ്റ്. അവിടെ തണുപ്പ് ഉണ്ടാവും, ശീതീകരിച്ച റൂമായിരിക്കും, അതുകൊണ്ട് തന്നെ ചൂട് അനുഭവപ്പെടില്ല. അപ്പോൾ പക്ഷേ ഇത്തവണ എന്ത് ചെയ്യാം? നമുക്ക് എ സിയിൽ പോകണ്ട എന്ന് തീരുമാനിച്ചു. എന്നിട്ടോ എ സി കെ ബജായ് അതിന് പകരം, ബജായ് എന്ന് പറഞ്ഞാൽ പകരം, ജനറൽ കോച്ച് മേ സഫർ കിയാ ജായ്, ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാമെന്നാണ് അവർ ആരംഭിച്ചത്. അപ്പോൾ ജനറൽ കോച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ലീപ്പർ ക്ലാസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്ലീപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എ സി അല്ലാത്ത കമ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. അത്തരം കമ്പാർട്ട്മെൻറ്റുകളെയാണ് സ്ലീപ്പർ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലീപ്പർ ക്ലാസ്സിൽ എന്ത് ചെയ്യാം? യാത്ര ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഒരുപാട് യാത്രക്കാരുണ്ടായിരിക്കും, അവിടെ എ സി ഉണ്ടായിരിക്കില്ല, ജനലുകളെല്ലാം തുറന്ന് കാണപ്പെടും. എ സിയിലാണെങ്കിൽ ജനലുകൾക്ക് കണ്ണാടി കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടോ? മൂടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല, സ്ലീപ്പർ ക്ലാസ്സിൽ ഉണ്ടാവില്ല. നോക്കൂ, പെഹ്ലെ ബീവി ബച്ചെ ജനറൽ ജാനെ സെ കുച്ച് നാരാസ് ഹോ ഗए. ഞാൻ ആദ്യം ഇത് ഭാര്യയോട് പറഞ്ഞു, കുട്ടികളോടും പറഞ്ഞു, നമുക്ക് എ സിയിൽ പോകണ്ട, ജനറൽ കോച്ചിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ബീവി ബച്ചെ, ബീവി ആരാ? വൈഫ് അല്ലേ, ഭാര്യയും കുട്ടികളും കുച്ച് നാരാസ് ഹോയി, ഒരല്പം ദേഷ്യപ്പെട്ടു. എന്തിനാണ് നമ്മൾ ജനറൽ കോച്ചിലൊക്കെ പോകുന്നത്? എ സി പോയ പോരെ. അങ്ങനെ ഒരുപാട് ആൾക്കാർ കയറുന്ന ഒരു കമ്പാർട്ട്മെൻറ്റാണ് സാധാരണ ജനറൽ കോച്ച്. അപ്പോൾ അത്തരം കമ്പാർട്ട്മെൻറ്റിൽ പോകണോ, നമുക്ക് എ സിയിൽ പോയാൽ പോരെ എന്നൊക്കെ ഞാൻ ആദ്യം ഭാര്യയും മക്കളും എന്നോട് പറയുന്നുണ്ടായിരുന്നു. പർ ഫിർ തോടി നാ നുക്കുർ കെ ബാദ്, എന്നാൽ കുറച്ച് നാൻ നുക്കുർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ കുറച്ച് നേരം ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അതിനുശേഷം എന്ത് ചെയ്തു? അവരതിന് സമ്മതിച്ചു. അസഹമതി എന്ന് പറയാം. അപ്പോൾ അവർ കുറച്ച് നേരം നാ നുക്കുർ കർക്കെ, കുറച്ച് നേരം താല്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും അവർ അവസാനം സമ്മതിച്ചതിന് ശേഷം എന്ത് ചെയ്തു? അവർ മാൻ ജാന, അവരത് സമ്മതിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 घंटे का सफ़र है.
ഏകദേശം ഹോഷിയാർപൂരിലേക്ക് എത്തണമെങ്കിൽ ദില്ലിയിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ യാത്ര ചെയ്യണം? 8 घंटा. 8 എത്രയാണ്? 8 അല്ലേ? അപ്പോൾ 8 घंटे का कितने घंटे का? 8 घंटे का സഫർ യാത്രയുണ്ടായിരുന്നു. സീറ്റ് ബുക്ക് തി, സ്ലീപ്പർ ക്ലാസ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ മുൻകൂട്ടി എന്ത് ചെയ്യാം? സീറ്റ് ബുക്ക് ചെയ്യാതെ ബുക്ക് ചെയ്തിരുന്നു, റിസർവ് ചെയ്തിരുന്നു. തോ ജ്യാദ പരേഷാനി നെഹി, അതുകൊണ്ട് അല്പം എന്ത് ചെയ്തിട്ടുണ്ടാവുന്നില്ല, പരേഷാനി, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് എന്തായില്ല, പരേഷാനികൾ, എന്താ പരേഷാനി എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ, ഓക്കെ, പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബച്ചോനെ ചട്സ് കിടക്കി വാലി സീറ്റ് പർ ചപ്പടി, കുട്ടികൾ എന്ത് ചെയ്തു? ചട്സ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഗിഡ്ക്കി വാലി സീറ്റ്, ജനലിനടുത്തുള്ള സീറ്റ് ചപ്പട്ലി, എന്താ ചപ്പട്ടന, അവിടെ സീറ്റിൽ പോയി ഇരുന്നു അല്ലേ? ചപ്പട്ടന അവിടെ സീറ്റ് പക്കടന, അതിന് സീറ്റ് പിടിച്ചു. അപ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീറ്റാണ് ഏത്? ഗിഡ്ക്കി വാലി സീറ്റ്. എന്താ ഗിഡ്ക്കി വാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീവണ്ടിയിൽ നമ്മുടെ ജനലിനോട് ചേർന്ന സീറ്റുകൾ. അപ്പോൾ ആ ജനലിനോട് ചേർന്ന സീറ്റുകൾ എന്താ ഉപകാരം? കാഴ്ചകളൊക്കെ ഒരുപാട് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അവരേത് സീറ്റ് എടുത്തു? നമ്മുടെ ഖിड़की സമീപ വാല സീറ്റ് उन्होंने चूज़ किया. सारा सामान सेट कर मैं और पत्नी बातों में मशगूल हो गई. അപ്പോൾ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ടാവും അല്ലേ? കുറേ ബാഗും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? अपने सीट के नीचे, തൻ്റെ സീറ്റിൻ്റെ താഴെയായിട്ട് എന്ത് ചെയ്തു? സെറ്റ് കർ അതൊക്കെ സെറ്റ് ചെയ്തു, അതൊക്കെ ഒതുക്കി വെച്ചിട്ട് എന്ത് ചെയ്തു? മേ ഓർ പത്നി, ഞാനും ഭാര്യയും ബാത്തോമേ മഷ്ഗൂൽ ഹോ ഗൈ, സംസാരത്തിൽ മുഴുകി അല്ലേ? ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, യാത്രയെക്കുറിച്ചും അവിടെ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരെന്ത് ചെയ്താണ്? മഷ്ഗൂൽ ഹോ ഗൈ. എന്താ മഷ്ഗൂൽ ഹോനാന്ന് പറഞ്ഞാൽ അവരിങ്ങനെ മുഴുകിയിരുന്നു. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സ്ത്രീ അവരുടെ മുന്നിലേക്ക് എന്ത് ചെയ്യാണ്? സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അവരുടെ കയ്യിൽ കുറേ ഷാളുകളുണ്ട്. ഈ ഷാളുകൾ അവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ട്രെയിനിൽ ഒരു സ്ത്രീ കടന്നു വന്നിരിക്കുകയാണ്. അതാണ് അടുത്ത ഭാഗത്തിൽ പറയുന്നത്. എന്താണ് പറയുന്നത്? ദീദി ജമ്മു കി ഷാൾ ലേ ലോ. ആ സ്ത്രീ നമ്മളെ ലേഖികയോടും അവരുടെ കുടുംബത്തോടും പറയുകയാണ്, ജമ്മു കി ഷാൾ ലേ ലോ, ജമ്മുവിലെ ഷാൾ, ജമ്മുവിൽ വളരെ പ്രസിദ്ധമായ ജമ്മു ഷാൾ എന്ന് പറയുന്ന ഷോള് വാങ്ങിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ജമ്മു കി ഷാൾ ലേ ലോ, ജമ്മുവിലെ ഷാൾ എടുത്തോളൂ, ബാത് ബഡിയാ ഹൈ, വളരെ നല്ല ഷാളാണ് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള ഗുണങ്ങൾ വർണ്ണിക്കുകയാണ്. ബാഷ് ബഡിയാ ഹൈ, വളരെ നല്ലതാണ്. രംഗ് ബിരങ്കി ഷാളോം കി ഭാരി ഗട്ടർ, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? രംഗ് ബിരങ്കി, പല നിറങ്ങളുള്ള ഷാളോം കി ഭാരി ഗട്ടർ, ഷാളുകളുടെ വലിയ ഒരു ഗട്ടർ, ഒരു കെട്ട്, ഗട്ടർ എന്ന് പറഞ്ഞാൽ കെട്ട്, ഷാളോം കി ഭാരി ഗട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡാസ ഏക്ക് ഗഡ്ഡ, ഒരു വലിയ കെട്ട്, വലിയൊരു കെട്ടെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? एक सावली सलोनी कजरारी यानी उस युवती की जो विशेषता है, എന്താണ് സാവലി എന്ന് പറഞ്ഞാൽ? ശ്യാം രംഗ് എന്ന് പറഞ്ഞാൽ ഇളം കറുപ്പ് നിറമുള്ള, സലോനി സുന്ദരിയായിട്ടുള്ള, ഖജരാരി കൺമഷി എഴുതിയ കണ്ണുകളുള്ള. തോ ഉസ് ഔറത്ത് की विशेषताएं क्या क्या है എന്ന് പരീക്ഷ ചോദിച്ചെന്ത് എഴുതുക? സാവലി സലോനി ഖജരാരി ആംഖോം വാലി, കണ്ണുകളുള്ള, കൺമഷി എഴുതിയ ആ യുവതി എന്ത് ചെയ്തു? ഉൻകെ സാമനെ, അവരുടെ മുന്നിലേക്ക് കുറച്ച് ഷോളുകൾ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇസ്മേ സച്ചേ സെ ഷോൾ ലേ ലോ, ഇതിൽ നിന്നും നല്ല ഷോൾ എടുത്ത് വാങ്ങിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. ഉസ് ആംഖോം വാലി യുവതിനെ പത്നിക്കോ ഇസ്രാർ കർണേ ലഗി. എന്താണ് ഇസ്രാർ കർണ? ഇസ്രാർ കർണ ആഗ്രഹ പ്രകട് കർണ, ആഗ്രഹം പ്രകടിപ്പിക്കുക. ഇസ്രാർ കർണ ഇസ്ക മത്ലബ് ക്യാ ഹോത്തി ഹൈ? ആഗ്രഹ പ്രകട് കർണ, ആഗ്രഹം പ്രകടിപ്പിച്ചു. ആരോടാണ്? യുവതിയോട്. ആ യുവതി ഇവരോട്, ഈ കുടുംബത്തോട് എന്ത് ചെയ്തു? ആഗ്രഹം പ്രകടിപ്പിച്ചു, ഇതിൽ നിന്നും 1-2 ഷാൾ നല്ലത് എടുത്തുകൊള്ളും. ഭാര്യ ഉടനെ ചോദിച്ചു, എന്താ ചോദിച്ചത്? കിത്നെ കി ഹെ, എത്രയാണ് ഇതിന് വില അല്ലേ? വില അറിയണമല്ലോ, നമുക്ക് വെറുതെ അങ്ങ് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കിത്നെ കി ഹെ, എത്രയാണ് വില എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു എന്താണ്? 2800 की, 2800 यानी 250, 250 രൂപ. ഒരു ഷാൾ എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയാണ്? 250 രൂപയാണെന്ന് മറുപടി കിട്ടുകയും ചെയ്തു. ഇത്രയും മെഹങ്കി. ഉടനെ ഭാര്യ ചോദിക്കുകയാണ്, ഇത്രയും വിലയോ ഈ ഷാളിനോ? ഇതിനെത്ര വിലയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുകയാണ്, ഇത്രയും വിലയൊന്നും എനിക്ക് തരാൻ പറ്റില്ല. ജ്യാദാ പീസ് ലോങ്കി തോ കം കർ ദൂങ്കി. ഉടനെ നമ്മുടെ സ്ത്രീ എന്ത് പറഞ്ഞു? ജ്യാദാ പീസ് ലോങ്കി, കൂടുതൽ പീസ് എടുത്തു കഴിഞ്ഞാൽ, കൂടുതൽ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മേ കം കർ ദൂങ്കി, ഞാൻ വില കുറച്ച് തരാം. അപ്പോൾ കൂടുതൽ സാധനം എടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? വില കുറക്കാനും തയ്യാറാണ്. ആര് പറഞ്ഞു? നമ്മുടെ യുവതി പറഞ്ഞു. മുझे ദുഖാൻ ഗോൽനി ഹെക്യാ. ഉടനെ നമ്മുടെ ഭാര്യ പറഞ്ഞു, എന്താ ഭാര്യമാരല്ലേ, ഒരല്പം അവർക്ക് എന്ത് വിലപേഷനിലൊക്കെ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ എന്താ പറഞ്ഞത്? മുझे ദുഖാൻ ഗോൽനി ഹെക്യാ, എന്തിനാ കൂടുതൽ സ്ഥാനം എടുത്തിട്ട്? എനിക്ക് കട തുറക്കാനാണോ? ഞാൻ ഇതെല്ലാം കൂടി ഒരു കച്ചവടം ചെയ്യാനാണോ പോകുന്നത്? എനിക്ക് കച്ചവടം ചെയ്യേണ്ട, എനിക്ക് കൂടുതൽ പീസൊന്നും വേണ്ട. ആര് പറഞ്ഞു? ഭാര്യ പറഞ്ഞു. ലേലോന ബഹനോ ഓർ ബാബിയോ കേലി,
ഉടനെ നമ്മളെ സ്ത്രീ ഒന്നും കൂടി അല്ലേ, ആ കച്ചവടക്കാരി ഒന്നും കൂടി പറയുകയാണ്, ലേലോന വാങ്ങിച്ചോളൂ, ബഹനോ ഓർ ബാബിയോ കേലി, ഒരു യാത്ര പോവുകയല്ലേ, അപ്പോൾ ഇതുമായിട്ട് ആർക്കൊക്കെ കൊടുക്കാം, ബഹനോ സഹോദരിമാർക്കും, ബാബിയോ, ബാബി ആരാണ്, ഭർത്താവിൻ്റെ ഭർത്തൃ സഹോദരിമാർ അല്ലേ, അവർക്കൊക്കെ എന്ത് ചെയ്യാം, കൊടുക്കാം, ബാബിയോ കേലി എന്ത് ചെയ്യാം, എടുക്കാം എന്ന് പറയുകയാണ്. മേനെ പത്നിക്കു ഇഷാര കർദിയ, ഞാൻ എന്ത് ചെയ്തു, ഭാര്യയ്ക്ക് ഒരു സൂചന കൊടുത്തു, വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട്, ശരി എന്തായാലും നീ വാങ്ങിച്ചോ. ഉസ്നെ ആംഗേം തേർക്കർ മുജെ ചുപ് രഹനെ കാ, അപ്പോൾ ഭാര്യ എന്ത് ചെയ്തു, ആംഗേം തേർന്ന ദേഷ്യത്തോടെ എന്നെ ഒന്ന് നോക്കി അല്ലേ, നിങ്ങളാരതെന്ന് പറയേണ്ടത്, ഇതൊക്കെ എൻ്റെ തീരുമാനമാണെന്ന രീതിയിൽ ഭാര്യ എന്ത് ചെയ്തു, ആംഗേം തേർക്കർ ദേഷ്യത്തോടു കൂടി മുച്ചെ ചുപ് രഹനേക്കോ, എന്നോട് എന്ത് പറഞ്ഞു, ചുപ് രഹന മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞ് സംഗീതിയ ഈ സൂചന നൽകി അല്ലേ. ഞാൻ ഭാര്യയോട് വാങ്ങിക്കാൻ പറഞ്ഞു, 250 രൂപയിൽ നീ വാങ്ങിച്ചോ എന്ന് മറുപടി കൊടുത്തപ്പോൾ ഭാര്യയുടെ മറുപടി എന്തായിരുന്നു, അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കണ്ട, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കണ്ണുകൊണ്ട് എന്ത് ചെയ്തു, ചുപ് രഹനേക്കോ കഹ, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അച്ഛാ 5 പീസ് ലേലു തോ കിത്തണോ തെങ്കി, ഭാര്യ ചോദിക്കുക എന്താണ്, അച്ഛാ 5 പീസ് ലേലു, ഒരു 5 പീസ് ഞാൻ എടുത്തെന്ന് കരുതുക, കിത്തനേക്കോ തെങ്കി, എത്ര രൂപക്ക് തരാൻ തയ്യാറാണ്, 5 പീസ് എടുക്കാൻ തയ്യാറാണ്, കിത്തനെ റുപ്യക്കോ തെങ്കി, എത്ര രൂപക്ക് നിങ്ങൾ തരാൻ തയ്യാറാണ്, 200 റുപ്യ പീസ് കാ ലേന ദേദി, 200 റുപ്യ, അങ്ങനെയാണ് എന്ത് ചെയ്യാം, 200 രൂപ ഒരു പീസിന്, 5 പീസ് എടുക്കാൻ തയ്യാറാണെങ്കിൽ 200 രൂപ അല്ലേ, 200 ഒരു പീസിന് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. 100 റുപ്യ പെർ പീസ്, ഭാര്യ പറഞ്ഞു അങ്ങനെയൊന്നും പറ്റില്ല, ഒരു പീസിന് എനിക്ക് 100 രൂപയിൽ കൂടുതൽ തരാൻ പറ്റില്ല, 100 റുപ്യ 100 രൂപ, 100 രൂപയിൽ കൂടുതലൊന്നും ഞാൻ തരില്ല എന്ന് ആര് പറഞ്ഞു, ഭാര്യ പറഞ്ഞു. ദീദി സൗത്ത് ബഹാത് കം ഹെ, നമ്മളെ കച്ചവടക്കാരി പറയണം എന്താണ്, സൗത്ത് ബഹാത് കം ഹെ, 100 എന്ന് പറയുന്നത് വളരെ കുറവല്ലേ ചേച്ചി, കഹത്തെ ഹെ ഉസ്ക ഗല റൂന്ത് ഗയ, ഇത് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, ഉസ്ക ഗല റൂന്തിന, അവർക്ക് കരച്ചിൽ വരിക അല്ലെങ്കിൽ തൊണ്ട ഇടറിപ്പോവുക, സങ്കടം വരിക അല്ലേ, കുറഞ്ഞ പൈസക്ക് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് വല്ല പൈസയും ലാഭമായി കിട്ടുമോ, ഒന്നും കിട്ടൂല അല്ലേ, കച്ചവടം ചെയ്യുന്നതിന് എന്തിനാണ്, എന്തെങ്കിലുമൊക്കെ ചെറിയ വരുമാനം കിട്ടാനല്ലേ, അതുകൊണ്ട് അവരെ തൊണ്ട ഇടറിപ്പോയി പറഞ്ഞു, കം ഹെ വളരെ കുറവാണ്. ഉസ്കി ഗജ്രാരി ആങ്കേ ബർഗൈ, അങ്ങനെ അവളുടെ ഗജ്രാരി ആങ്കേ കൺമഷിയിട്ട കണ്ണുകൾ എന്ത് ചെയ്തു, ബർഗൈ നിറഞ്ഞ് തുളുമ്പാൻ തുടങ്ങി. ഇനി എന്താണ് നമ്മളെ സ്ത്രീ പറയുന്നത്, ചൽ ന തേരി ന മേരി 150 പെർ പീസ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളെ ലേഖകൻ്റെ ഭാര്യയാണ് പറയുന്നത്, എന്താ പറയുന്നത്, ചൽ ന തേരി ന മേരി, എന്നാൽ നിനക്കും വേണ്ട എനിക്കും വേണ്ട അല്ലേ, നമുക്ക് രണ്ടാൾക്കും നഷ്ടം വേണ്ട, എന്ത് ചെയ്യാം, 150 പെർ പീസ്, 150 രൂപക്ക്, 150 എത്രയാണ്, 150, 150, 150 രൂപക്ക് എന്ത് ചെയ്യാം, പീസ് ഒരു പീസ് എടുക്കാം എന്ന് ആര് പറയാണ്, നമ്മുടെ ഭാര്യ പറയാണ്. അച്ഛാ ദീദി ടീക്ക് ഹേ ലേലോ പസന്ദ് കർലോ, അച്ഛാ ശരി, അതിനെ സമ്മതിച്ചു, എന്താ സമ്മതിച്ചുകൊണ്ട് പറഞ്ഞത്, ടീക്ക് ഹേ ശരി, എങ്കിൽ 150 രൂപയൊക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ, രംഗ് പസന്ദ് കർലോ, നിങ്ങൾ എന്ത് ചെയ്യൂ, രംഗ് എന്താ അർത്ഥം, കളർ അല്ലേ, രംഗ് പസന്ദ് കർലോ, നിങ്ങൾ ഈ കളർ എന്ത് ചെയ്യൂ, ഒന്ന് സെലക്ട് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഒന്ന് എടുക്കൂ എന്ന് പറയണം അല്ലേ. കുച്ച് സോച്ചത്തെ ഹുയി, കുറച്ച് ചിന്തിച്ചുകൊണ്ട് ഉസ്നെ കഹ, അവൾ പറഞ്ഞു, ഓർ ഗട്ടർ പത്നിക്ക് സാമനെ സറക് ദിയ, എന്നിട്ട് ഷോളിൻ്റെ കെട്ട് എന്ത് ചെയ്തു, പത്നിക്ക് സാമനെ ഭാര്യയുടെ മുന്നിലേക്ക് സരക്കന, എന്താ സരക്കന, നീക്കി വെക്കുക, तो सरक दिया, इन्होंने अर्थം നീക്കി വെച്ചു. പത്നിനെ 5 ഷോളോं को अलग कर दी, ഭാര്യ അതിൽ നിന്നും എത്ര ഷോൾ എടുത്തു, 5, तो कितने शॉल लिया, 5 ഷോളോं को अलग कर ली, അതിനെ വേർതിരിച്ചെടുത്തു. और मेरी ओर देखते हुए, എന്നെ നോക്കിക്കൊണ്ട്, അല്ലേ ആരെ, ലേഖകനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്ത്, റുപ്യ ദേനക്ക ഇഷാരക്കിയ അല്ലേ, നമ്മുടെ പൈസ കൊടുക്കേണ്ട ലേഖകനാണ്, തീരുമാനങ്ങൾ മാത്രമേ ആരുണ്ടാവുള്ളൂ, ഭാര്യയുടെ ഉള്ളൂ, പൈസ കൊടുക്കേണ്ട ആരാ, ഭർത്താവാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു, എന്താണ്, ചലോ പൈസ തരും, പൈസ കൊടുത്തോളൂ എന്ന് എനിക്ക് നിർദ്ദേശം കിട്ടി. ഇഷാരാദിയ മേനെ ചട്ട് സെ 750 റുപ്യ, ഞാൻ ചട്ട് വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു, 750 റുപ്യ 750 രൂപ നിക്കാൽക്കർ എടുത്ത് ദേദിയ, എൻ്റെ കയ്യിൽ നിന്നും 750 രൂപ എടുത്ത് എന്ത് ചെയ്തു, ദേദിയ അവർക്ക് കൊടുത്തു. ഉസ്കെ ജാനെ കെ ബാദ്, അവർ പോയി കഴിഞ്ഞപ്പോൾ പത്നിക്ക് സുയി, എന്താണ് സുയി എന്ന് പറഞ്ഞാൽ ചിന്ത, ധ്യാൻ, പത്നിക്ക് സുയി ഭാര്യയുടെ ചിന്ത, ഇസ് ബാത് പർ അടക്കി രഹി, ഇതിനെക്കുറിച്ചായിരുന്നു അവർ ചിന്തിച്ചു കൊണ്ടിരുന്നത്. എന്താണ് അവരുടെ ചിന്ത, വോ ഏക് ബാർ മേ ഹി 150 മേ മാൻ ഗയി, ഒറ്റ തവണ പെട്ടെന്ന് എന്ത് ചെയ്തു, 150 രൂപക്ക് അങ്ങോട്ട് സമ്മതിച്ചു. അത് വളരെ മോശമായിപ്പോയി, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ഗലത്തിക്ക് തെറ്റാണ്, ആ ചെയ്തത് ഗലത്ത്, അത് തെറ്റാണ് അല്ലേ, ഒന്നും കൂടി ഒക്കെ ഒന്ന് വില പേശാം,
തോടാ തോൽ മോൽ ഓർ കർണാ ചാഹിയേ, വിലപേശൽ ഒന്നും കൂടി ഒന്നും നടത്തണമായിരുന്നു എന്നാണ് ആരുടെ ചിന്ത? ഭാര്യയുടെ ചിന്ത. അവരിങ്ങനെ ചിന്ത ചെയ്യുന്നു, ഇതിനാണ് പെട്ടെന്നാണ് സംഭവിച്ചത്, ഒന്നും കൂടി വില പേശിയിരുന്നെങ്കിൽ ഒരു 100 രൂപക്കോ 50 രൂപക്കോ കിട്ടൂലായിരുന്നോ എന്നാണ് ആര് ചിന്തിക്കുന്നത്? ഭാര്യ ചിന്തിക്കുന്നത് അല്ലേ? ഭാര്യ പിന്നെ അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർ കർണാ ചാഹിയെ, ഒന്നുകൂടി വിലപേഷണമായിരുന്നു, ഇപ്പം സങ്കടം അല്ലെ, നഷ്ടം വന്നു എന്നൊരു ചിന്ത ആർക്കുണ്ട്? ഭാര്യക്കുണ്ട് അല്ലേ? തോട ഓർ തോൾമോൾ കർണ, ഈ തോൾമോൾ കർണ വിലപേശുക. അപ്പോൾ വിലപേശി നോക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 150 എന്നത് 150 രൂപ എന്നത് ഒന്നും കൂടി കുറഞ്ഞു കിട്ടുമായിരുന്നു എന്ന് ആര് ചിന്തിക്കുകയാണ്? ഭാര്യ ചിന്തിക്കുക. ഓർ മേരി സുയി, എൻ്റെ ചിന്തയാണെങ്കിലോ അതീത് മേ ജാത് അടക്കി. അതീത് കഴിഞ്ഞുപോയ കാലം, അതീത് നിന്ന് എന്താണ്? കഴിഞ്ഞുപോയ സമയത്തിൽ എന്ത് ചെയ്തിരിക്കണ്? അടക്കീതി, എന്താ അടക്കണ? കേന്ദ്രീകരിക്കുക. ഞാൻ എൻ്റെ പഴയ കാലത്തെക്കുറിച്ചാണ് അപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ പഴയ കാലത്തിൻ്റെ പ്രത്യേകത? ബേട്ടി കോ ഗോദ് മേ ബിട്ട റെയിൽഗാഡി കി ഖിഡ്കി കോ ജാങ്ത, ബേട്ടി കോ ഗോദ് മേ ബിട്ട, എൻ്റെ മകളെ ഗോദ് മേ ബിഠാന, മടിയിൽ വെച്ചുകൊണ്ട്, ഗോദ് മേ ബിഠാന മടിയിൽ വെക്കുക, മടിയിൽ വെച്ചുകൊണ്ട് റെയിൽഗാഡി കി ഖിഡ്കി സെ, റെയിൽഗാഡി കി ഖിഡ്കി, തീവണ്ടിയുടെ ജനലിലൂടെ ജാങ്ത എത്തി നോക്കി, ജാങ്ന എത്തി നോക്കിക്കൊണ്ട് മേ സോച്ച് രഹാദ, ഞാൻ ചിന്തിക്കുകയായിരുന്നു, മേരെ പിത, അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് മേരെ പിത, എൻ്റെ അച്ഛൻ. ആരുടെ അച്ഛൻ? ലേഖകൻ്റെ അച്ഛൻ, എഴുത്തുകാരൻ്റെ അച്ഛൻ്റെ എന്താ പ്രത്യേകത? റെയിൽഗാഡി മേ സാമാൻ ബേച്ച്കർ, റെയിൽഗാഡി മേ, തീവണ്ടിയിൽ ഇതുപോലെ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് റെയിൽഗാഡി മേ സാമാൻ ബേച്ചന, സാധനങ്ങൾ വിറ്റ്, ജബ് ധക്കെ ഹാരെ ക്ഷീണിതനായിട്ട് ഗർ ആത്തെ, വീട്ടിലേക്ക് വരുമായിരുന്നു. ആരുടെ പിതാവ്? ലേഖകൻ്റെ പിതാവ് ഇത്തരത്തിൽ സാധനങ്ങൾ വിറ്റ് ക്ഷീണിതനായിട്ട് വീട്ടിലേക്ക് വരാറുണ്ട്. ഉൻകി ആംഖേം, അദ്ദേഹത്തിൻ്റെ കണ്ണുകളും, ഉൻകി ആംഖേം, താങ്കേ അർത്ഥം കണ്ണുകൾ, ഉൻകി ആംഖോമേ വഹി നമീതി, ആ കണ്ണുനീർ കാണാമായിരുന്നു, ആ ഒരു ദുഃഖം കാണാമായിരുന്നു. ആജ്, ഇന്ന് ഞാൻ ഉസ് യുവതിക്ക് ആംഖോമേതി, ആ യുവതിയുടെ കണ്ണുകളിൽ അതേ സങ്കടം കണ്ടിരുന്നു. നോക്കൂ, ഇവിടെ എന്താണ് പറയുന്നത്? ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജോലി ചെയ്തിരുന്നതുപോലെ സാധനങ്ങൾ വിറ്റ് നടന്നിട്ട് കിട്ടുന്ന പൈസ കൊണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ്റെ ക്ഷീണിതനായ കണ്ണുകളിൽ ആ ഒരു നനവ്, ആ ഒരു ദുഃഖം ഉണ്ടാവുമായിരുന്നു അല്ലേ? ഇങ്ങനെ വില പേശുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്തും, കുറഞ്ഞ പൈസക്ക് വാങ്ങിക്കാൻ വേണ്ടി വില പേശി വാങ്ങിക്കും അല്ലേ? ഒരു പക്ഷേ ആ സാധനത്തിൻ്റെ യഥാർത്ഥ പൈസ പോലും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അന്ന് അയാൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ദുഃഖം എന്തുണ്ടാവും? അയാളുടെ കണ്ണുകളിൽ ഉണ്ടാവും. ഇവിടെ യുവതിയുടെ കണ്ണുകളിലും അതേ ദുഃഖമായിരുന്നു അല്ലേ? ഇവിടെ ലേഖിയുടെ ഭാര്യയോട് സംസാരിച്ച് 150 രൂപക്ക് വിറ്റപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്തിരിക്കില്ല, യഥാർത്ഥ വില മാത്രമേ ലഭിച്ചിട്ടുണ്ടാവുള്ളൂ, 1 രൂപ പോലും ലാഭം ലഭിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടം ആരുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു? ആ യുവതിയുടെ കണ്ണുകളുണ്ടായിരുന്നു. ഇതേ സങ്കടം ചെറുപ്പകാലത്ത് ആര് കണ്ടിരുന്നു? നമ്മുടെ ലേഖകൻ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഈ പാഠഭാഗം എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നോക്കൂ, ഈ പാഠഭാഗം ഇടുക്കി എന്ന പാഠഭാഗത്തിലൂടെ ഒരു യാത്രാനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം യാത്രാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ പരീക്ഷയ്ക്ക് ഇത്തരത്തിലെ പാഠഭാഗത്തു നിന്ന് ലേഖികയും അതുപോലെ തന്നെ നമ്മുടെ സാരി ഉടുക്കുന്ന സ്ത്രീയുമായി തമ്മിലുള്ള സംഭാഷണങ്ങൾ തയ്യാറാക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ നമ്മുടെ യുവതിയുടെ ഡയറി എഴുതാൻ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ആ യാത്രയെക്കുറിച്ചുള്ള ഒരു കത്ത്, ലേഖകൻ തന്നെ കൂട്ടുകാരൻ എഴുതിയ കത്ത്, ഇത്തരം ചോദ്യങ്ങളെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ.